മനുഷ്യരെന്ന നിലയിൽ, ഒരു സമൂഹം എന്ന നിലയിൽ നമ്മൾ ആരായിരുന്നു എന്ന് അടയാളപ്പെടുത്തിയിരിക്കുന്ന ഒരിടത്തേക്കാണ് നമ്മൾ പോകുന്നത്. ഇടയ്ക്കൽ ഗുഹ. സിന്ധു നദീതട സംസ്കാരത്തിന് സമാനമായ തരത്തിലുള്ള ചിത്രങ്ങളും എഴുത്തുകളും അക്കങ്ങളും അക്ഷരങ്ങളും ഒക്കെയുള്ള ആ ഇടത്തേക്ക് യഥാർത്ഥത്തിൽ നമ്മൾ ആരായിരുന്നുവെന്ന് നമ്മളെ തന്നെ ബോധിപ്പിക്കുന്ന ഒരിടത്തേക്ക് നമുക്ക് പോയിട്ട് വരാം. നവീന ശിലായുഗത്തിന്റെ അവശേഷിപ്പുകളുള്ള എടക്കൽ ഗുഹ. രണ്ട് വലിയ പാറകൾക്കിടയിൽ മറ്റൊരു കല്ല് വന്ന് നിൽക്കുന്നു എന്നതിന്റെ അർത്ഥത്തിലാണ് എടക്കൽ ഗുഹ എന്ന് പേരിട്ടിരിക്കുന്നത്. ഇതിന് ഏകദേശം 6000 വർഷമാണ് പഴക്കം പറയപ്പെടുന്നത്. ഇത് ഫ്രണ്ട് വ്യൂ ആയിട്ടും ഈ കാണുന്ന ചിത്രം സെയിം ആളുടെ അല്ലെങ്കിൽ വേറൊരാളുടെ ബാക്ക് സൈഡ് ആയിട്ട് കണക്കൂട്ടുന്നത്. ഇതിൻ്റെ മുകളിലായിട്ട് റൗണ്ടിലായിട്ട് കാണുന്നത് അതൊരു മുഖമാണ്. അതിൻ്റെ കണ്ണ്, മൂക്ക് ഒക്കെ നമുക്ക് സൂക്ഷിച്ച് നോക്കിയാൽ കാണാൻ പറ്റുന്നതാണ്. ഇതിൻ്റെ വലത് സൈഡായിട്ട് ഒരു എലിഫൻറ്റിൻ്റെ ചിത്രമുണ്ട്, ഒരു ആനയുടെ ചിത്രം കാണുന്നു. അതിൻ്റെ മുകളിൽ ഒരു മയിലിൻ്റെ ചിത്രമുണ്ട്. ലെഫ്റ്റ് സൈഡിൽ താഴെയായിട്ട് കാണുന്നത് ആ സ്റ്റെപ്പ് പോലെ ഒരു ലാഡർ ടൈപ്പ് കാണും നമ്മൾ. അതൊരു ഉന്തുവണ്ടിയുടെ ചിത്രമാണ്. അതിൻ്റെ നടുക്ക് സൂക്ഷിച്ച് നോക്കിയാൽ 2 ചെറിയ വീലുകളും ഉണ്ട്. ഇതാണ് കുറച്ചും കൂടെ ലേറ്റസ്റ്റ് ആയിട്ട് പറയപ്പെടുന്നത്. ഈ ചിത്രങ്ങൾ ഒരു 3000 വർഷം പഴക്കമാണ് ഇതിന് പറയപ്പെടുന്നത്. കാരണം അതിൻ്റെ കുറച്ച് ക്ലാരിറ്റി കുറച്ചും കൂടെ ഉണ്ട്. കുറച്ചും കൂടെ ഇതിൻ്റെ വെഡ്ത്തിനെ വെച്ച് നോക്കുമ്പോൾ ഇത് കുറച്ചും കൂടെ അയണമൊക്കെ കിട്ടിയിട്ടുണ്ടാകാമെന്ന് പറയപ്പെടുന്നത്. കാരണം ഒരു 3000 വർഷത്തോളാണ് ഇതിന് പഴക്കം പറയപ്പെടുന്നത്. താഴെ കാണുന്നത് ആ സമയത്ത് അവർ ഉപയോഗിച്ചു എന്ന് പറയപ്പെടുന്ന വെപ്പൺസിൻ്റെ ഒക്കെ ഒരു സിമ്പിൾസുകളാണ്. നൈഫ്, ബോ ആൻഡ് ആരോ, ആക്സ് ഒക്കെയാണ്. ഇത്തരം വെപ്പൺസ് ഉപയോഗിച്ച് അവരിവിടെ ഹണ്ടിങ്ങും നടത്തിയിരുന്നു എന്ന് പറയപ്പെടുന്നത്. അതാണ് സ്റ്റോണേജ് സമയത്തുള്ള ജനങ്ങൾ ഇവിടെ താമസിച്ചു എന്ന് പറയുന്നത്. നമ്മൾ കാണുന്ന സ്ക്രിപ്റ്റുകൾ ഇതാണ്. ഇത് 2000 മുതൽ 2500 വർഷം പഴക്കമാണ് പറയപ്പെടുന്നത്. ഒന്ന് ബ്രാഹ്മി തമിഴും ഒന്ന് പ്രാചീന സംസ്കൃതമാണ് എഴുതിയിരിക്കുന്നത്. ഇപ്പോൾ ബ്രാഹ്മി തമിഴിൽ എഴുതിയിരിക്കുന്നത് പല പുലി, താത്താക്കാരി, വേടുങ്കോമലൈ, കച്ചവനു ചത്തി എന്ന് പറഞ്ഞാൽ പല പുലിയെ കൊന്ന് ധൈര്യശാലിയായ ഒരു നേതാവ് ഗുഹയിൽ താമസിക്കുന്നതാണ്. 2 സ്ക്രിപ്റ്റുണ്ട്. പ്രാചീന സംസ്കൃതമുണ്ട്. അതിലെഴുതിയിരിക്കുന്നത് ശ്രീ വിഷ്ണുവർമ്മനെ കുടുംബീയ കുലവർദ്ധനസിൽ എഴുതുന്നത്. വിഷ്ണുവർമ്മൻ എന്ന് പറഞ്ഞാൽ ആരവിടെ താമസിച്ചിരുന്നു, അദ്ദേഹത്തിൻ്റെ കുടുംബത്തിൻ്റെയും കുലത്തിൻ്റെയും ശ്രേയസിന് വേണ്ടി എഴുതപ്പെട്ടിരിക്കുന്നത് എന്നർത്ഥം. ഇത് നമ്മൾ ഇൻഡസ് വാലി, സിന്ധു നദിയുടെ സംസ്കാരം ആ സമയത്തുള്ള ഒരു ചിത്രം, ഇവിടെ ഉള്ള ഒരു ഫേമസ് ചിത്രമാണിത്. ഇതൊരു ആളിരിക്കുന്നു, ഫ്രണ്ടിൽ ഒരു ജാറ് വെച്ചിട്ട് ഒരു വാട്ടർ ജാറായിട്ടാണ് കണക്കൂട്ടുന്നത്. ഇതാണ് ഒരു ചിത്രം കൂടെ ഉള്ളത് ആ സമയത്തുള്ളതെന്ന് പറയപ്പെടുന്നത്. എടക്കൽ എന്നുള്ള ഒരു പേരുണ്ടാവുന്നത് ഒരു വലിയ പാറയുടെ വിള്ളലിനകത്ത് വീണുറച്ചൊരു പടുകൂറ്റൻ പാറയാണ് ശരിക്കും എടക്കൽ എന്ന് പറയുന്നത്. ഇടയിലെ കല്ല്, അങ്ങനെ എടക്കൽ ഗുഹ എന്നുള്ള പേര് വരും. ഈ ഗുഹാ സങ്കേതങ്ങൾ, ഗുഹാ സംശയമാണ് വരുന്നത്. 1, 2, 3 ആയിട്ടുള്ള പാറയിടകളുടെ ഗുഹകളായിട്ടാണ് കാണപ്പെടുന്നത്. അതിൽ 2ാമത്തെ ഗുഹാ സംശയത്തിലാണ് നമ്മൾ ഈ ചിത്രങ്ങൾ മുഴുവൻ കാണപ്പെടുന്നത്. നമ്മുടെ പൂർവികർ എങ്ങനെയൊക്കെയാണ് ജീവിച്ചിരുന്നത് എന്നതിൻ്റെ അപൂർവമായ തെളിവുകൾ ശേഷിപ്പിക്കുന്ന ഇടം. വയനാട് ജില്ലയിലെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് ശേഖരിച്ച പുരാവസ്തുക്കൾ അമ്പലവയലിലുള്ള ഹെറിറ്റേജ് മ്യൂസിയത്തിലാണ് സൂക്ഷിച്ചിരിക്കുന്നത്. അതൊരു ഹെറിറ്റേജ് മ്യൂസിയം എന്ന നിലയിലാണ് പ്രവർത്തിക്കുന്നത്. ഒരുപക്ഷെ ദക്ഷിണേന്ത്യയിൽ തന്നെ ഇത്തരത്തിലൊരു സംരംഭം ഉണ്ടാവുകയില്ല. അതായത്
പ്രാദേശികമായി ശേഖരിച്ചിരിക്കുന്ന പുരാവസ്തുക്കൾ പ്രദർശിപ്പിച്ചിട്ടുള്ള ഒരു ഇടം എന്ന നിലയിൽ വയനാടിൻ്റെ ചരിത്രത്തെക്കുറിച്ച് പഠിക്കാൻ ആഗ്രഹിക്കുന്ന ആളുകളെ സംബന്ധിച്ച് വളരെ വിലപ്പെട്ട ഒന്നായി ഈ മ്യൂസിയം ഇപ്പോൾ ഇവിടെയുണ്ട്. നാല് ബ്ലോക്കായിട്ടാണ് ഇതിനകത്ത് ചിത്രീകരിച്ചിട്ടുള്ളത്. ഒന്നാമത്തെ ബ്ലോക്ക് വീരസ്മൃതി. അതിനകത്ത് വീരക്കല്ലുകളാണ് വരുന്നത്. വീരക്കല്ലുകൾ എന്ന് പറഞ്ഞാൽ പണ്ടത്തെ രാജാക്കന്മാരല്ലെങ്കിൽ യോദ്ധാക്കൾ ഫൈറ്റ് ചെയ്യുമ്പോൾ അതിനകത്ത് വീരചരണം പ്രാപിക്കുന്ന ആളുടെ സ്മാരകമായിട്ട് കാട്ടിയ ശിലാഫലകങ്ങളാണ് വീരക്കല്ലുകൾ എന്ന് പറയുന്നത്. രണ്ടാമത്തെ ബ്ലോക്ക് ഗോത്രസ്മൃതിയാണ്. ഗോത്ര ആൾക്കാരുടെയൊക്കെ വീടുകളിൽ ഉപയോഗിച്ചുകൊണ്ടിരുന്ന സാധനങ്ങളും അതിൻ്റെ ഉപയോഗക്രമങ്ങളും ഒക്കെ ചിത്രീകരിച്ചിരിക്കുന്നതാണ് അത്. മൂന്നാമത്തെ ബ്ലോക്ക് ദേവസ്മൃതി. ദേവസ്മൃതി എന്ന് പറഞ്ഞാൽ ദേവശില്പങ്ങളാണ് വരുന്നത്. വയനാട് ജില്ലയിൽ നിന്ന് കിട്ടിയ സാധനങ്ങൾ മാത്രമാണ് നമ്മുടെ ഈ മ്യൂസിയത്തിൽ കളക്ട് ചെയ്തിട്ടുള്ളൂ. പിന്നെ നാലാമത്തെ ബ്ലോക്ക് എന്ന് പറയുന്നത് ജീവനസ്മൃതിയാണ്. എടക്കൽ ഗുഹയിൽ നിന്നും അതിൻ്റെ പരിസരങ്ങളിൽ നിന്നും കിട്ടിയ കല്ലറകൾ, മുനിയറ, ആ മുനിയറയിൽ നിന്ന് കിട്ടിയ സാധനങ്ങൾ കളക്ട് ചെയ്തിരിക്കുന്നതാണ് ഈ ജീവനസ്മൃതി എന്ന് വരുന്നത്. അത് മൺപാത്രങ്ങളും മൺകോലങ്ങളും ഒക്കെയാണ് അതിനകത്തുള്ളത്. ഇതാണ് പണ്ട് കാലങ്ങളിൽ ശവസംസ്കാരത്തിന് ഉപയോഗിച്ചിരുന്ന കല്ലറകൾ. പൂർണ്ണമായും കല്ലുകൾ ഉപയോഗിച്ചായിരുന്നു മൃതദേഹം സംസ്കരിച്ചിരുന്നത്. അതിനുള്ള സാധനങ്ങളാണ് ഇത്. പക്ഷേ ഏത് കാലഘട്ടത്തിലാണ് അല്ലെങ്കിൽ ആരുടെ മൃതദേഹം സംസ്കരിക്കാനാണ് ഉപയോഗിച്ചിരുന്നതിനെ സംബന്ധിച്ചതിനെ കുറിച്ചൊക്കെ വ്യക്തത കുറവുകളുണ്ട്. വയനാട്ടിലെ പല ഭാഗങ്ങളിലും ഇത്തരത്തിൽ, അത് സ്വകാര്യ വ്യക്തികളുടെ തോട്ടങ്ങളിലായാലും അല്ലാതെയും ഒക്കെയായി പലയിടങ്ങളിൽ ഇത്തരത്തിൽ കല്ലറകൾ കാണാൻ പറ്റും. ഇതിന് മുനിയറ എന്ന് പേരുണ്ട്. ഇതിൻ്റെ അടിയിലൊരു പലകാണ്. അതൊക്കെ ഇതിൻ്റെ ഒരു സവിശേഷതയാണ്. പിന്നെ കാണുന്നില്ല ഈ പോർട്ട് ഹോള്, ഇത് എല്ലാ കല്ലറകളിലുമുണ്ട്. അത് കിഴക്ക് ഭാഗത്ത് ശിലാപാളിയിൽ 1.5 അടി വ്യാസത്തിലുള്ളൊരു വൃത്തം, അത് ഇതിൻ്റെ ഒരു അടയാളമാണ്. അത് നമുക്കങ്ങ് കാശ്മീർ മുതൽ, കാശ്മീരിൽ, ഉത്തർപ്രദേശിൽ, ജാർഖണ്ഡിൽ, ഛത്തീസ്ഗഡിൽ, തെലുങ്കാനയിൽ, അവിടെ കർണാടകത്തിൽ, കേരളത്തിൽ, തമിഴ്നാട്ടിലെല്ലാം കാണാറുണ്ട്. അപ്പോൾ അത് ഒരു പ്രത്യേക ജനതയുടെ സവിശേഷമായിട്ടുള്ള ഒരു ശവസംസ്കാര ക്രിയയുടെ ഭാഗമായിട്ടാണ്. വയനാടിൻ്റെ ചരിത്രത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഏടുകളിലൊന്നാണ് കേരളവർമ്മ പഴശ്ശിരാജയുടെ. 1805 പുൽപ്പള്ളിയിലെ മാവിലാന്തോടിൽ വെച്ചാണ് പഴശ്ശിരാജ ബ്രിട്ടീഷുകാരോട് പടവരുതി കൊല്ലപ്പെടുന്നത്. അദ്ദേഹത്തിൻ്റെ ഓർമ്മയ്ക്കായി മാവിലാന്തോട് ഒരു സ്മാരകമുണ്ട്. DTPC ആണ് അതിൻ്റെ നടത്തിപ്പുകാർ. ഇവിടെ രാവിലെ മുതൽ വൈകുന്നേരം വരെ എല്ലാ ദിവസവും നമുക്ക് ഈ സ്ഥലത്ത് വരികയും ഇവിടുത്തെ ചരിത്രം എന്ന നിലയ്ക്ക് അതിനെ കാണുകയും പഠിക്കുകയും ഒക്കെ ചെയ്യാനുള്ള ഒരു സ്ഥലമാണ്. അദ്ദേഹത്തിൻ്റെ ഒരു പൂർണ്ണകായ പ്രതിമ ഇതിന് പുറകിൽ, വനത്തിൻ്റെ പശ്ചാത്തലത്തിൽ അത്തരത്തിലൊരു പ്രതിമ കൂടി അവിടെയുണ്ട്. നവംബർ 30 അദ്ദേഹത്തിൻ്റെ ചരമദിനത്തിൽ ഇവിടെ പുഷ്പാഞ്ജലി അർപ്പിക്കാനുള്ള സൗകര്യമുണ്ട്. അങ്ങനെ പഴശ്ശിരാജയെ ഓർക്കുന്ന, അല്ലെങ്കിൽ വയനാട്ടിലെ ചരിത്രത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ആളെന്ന നിലയ്ക്ക് അദ്ദേഹത്തെ ഓർക്കുന്നതിനുള്ള ഒരു ഇടമാണ് യഥാർത്ഥത്തിൽ മാവിലാന്തോടുള്ള ഈ പഴശ്ശി സ്മാരകം.
പുൽപ്പള്ളി മാവിലാംതോടിൽ കൊല്ലപ്പെട്ട വീരപഴശ്ശിയുടെ മൃതശരീരം ബ്രിട്ടീഷുകാർ മാനന്തവാടിയിലെത്തിച്ച് അവിടെയാണ് സംസ്കരിച്ചത്. അതാണ് പഴശ്ശി കുടീരം. ആദിവാസികൾ എന്ന് പറയുമ്പോൾ എല്ലാവരും ഒരേ ഗണത്തിൽപ്പെട്ടവരല്ല. പ്രാക്തന സമൂഹങ്ങളുണ്ട്, പിന്നീട് വന്നവരുണ്ട്. വയനാട്ടിൽ ഈ പ്രിമിറ്റീവ് ട്രൈബ്സ് എന്നൊക്കെ പറയുന്നത് 5 or 6 വിഭാഗങ്ങളാണുള്ളത്. പണിയർ, നായ്ക്കർ, ഊരാളികൾ, കാട്ടുനായ്ക്കർ, ഇങ്ങനെ കുറേ വിഭാഗങ്ങൾ ഇപ്പോഴും ഈ അധസ്ഥിതാവസ്ഥയിൽ ജീവിക്കുകയാണ്. ഇതെല്ലാം വളരെ വ്യത്യസ്തമായിട്ടുള്ള ആചാരങ്ങളും അനുഷ്ഠാനങ്ങളും ദൈവം ഇല്ലെന്ന് കരുതുന്നവരും ഒക്കെയുള്ളവരാണ്. ഞങ്ങളുടെ പണിയ സമുദായത്തിൻ്റെ ആൾക്കാർ പറയുന്നത് പാക്കത്ത് നാട് എന്നാണ് പറയുന്നത്. ഈ പാക്കത്ത് നാടും അച്ഛനും മിത്തിയും അതുപോലെ തന്നെ നമ്മുടെ മാമന്മാരും താമസിച്ച് അവർ കൃഷി ചെയ്ത് അവർ എവിടേക്ക് പോയി ആരൊക്കെ എന്തൊക്കെ ചെയ്തു എന്നുള്ള കാര്യങ്ങളാണ് പാട്ടിൽ പറഞ്ഞു വരുന്നത്. ഗോത്ര വിഭാഗത്തിൽ ഞങ്ങൾ നഷ്ടപ്പെട്ടു പോയിട്ടുള്ളത് പാട്ടുകൾ വാമൊഴിയായി കിട്ടിയത് കൊണ്ട് ചില പാട്ടുകളൊന്ന് കൃത്യമായിട്ട് ഇപ്പം പാടാൻ പറ്റുന്നില്ല. അതുപോലത്തെ മരുന്നുകൾ ഒട്ടനവധി മരുന്നുകളുണ്ടായിരുന്നു. പ്രസവാനന്തരം, അതുപോലെ തന്നെ പനിക്ക്, വയറുവേദനയ്ക്ക്, അതുപോലെ തന്നെ ഒട്ടനവധി മരുന്നുകൾ. ഇപ്പോൾ ഒന്നാമത് ഫോറസ്റ്റിൽ കയറാൻ പറ്റില്ല, അത് വേറൊരു കാര്യം. രണ്ടാമതുണ്ടെങ്കിൽ ഈ മരുന്നുകളുടെ പല മരുന്നുകളും തോലും മറ്റു കാര്യം കൂട്ട് അത് ചെയ്തുകൊണ്ടിരുന്ന മൂപ്പന്മാരൊക്കെ മരിച്ചു പോയത് കൊണ്ട് അത് മരുന്നുകളുടെ ഒരു കൈമാറി കിട്ടാതെ വന്നിട്ടുണ്ട്. ഇങ്ങനെ ഒരു കൊട്ടുപാട്ട് അച്ഛരെ കണ്ടു പഠിച്ച് ഞങ്ങളിപ്പോൾ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. 3 കൊട്ടുന്നത് ഇത് വലിയമാരായിട്ട് ഞങ്ങൾ അടിക്കും, ഇത് ചെറുമാരായിട്ട് കൈത്തായിട്ട് ഇതിനെ താളം കൊടുക്കും. ഇതിന് ഈ ചെറുത് ഏറ്റവും കൂടുതൽ മുന്നിൽ പോകുന്നതാണ്. ഇത് അതിൻ്റെ വേക്കിൽ ഇതിനെ താളം കൊടുക്കാറുണ്ട്. താളം വരുന്നത് ഇതില്ല എന്ന് പറയുന്നത്. കാട്ടുനായിക വിഭാഗത്തിലുള്ളതാണ്. അപ്പോൾ ഞങ്ങൾ പണ്ട് മുതൽ ഇങ്ങനെ അച്ഛനും അമ്മയും മുത്തശ്ശിമാരൊക്കെ ഇങ്ങനെ പാടിത്തരും, നമ്മളെ ഓർമ്മയിലുണ്ടാവുമല്ലോ. അതിങ്ങനെ നമ്മളെടുത്ത് പാടും. അങ്ങനെ നമ്മുടെ സങ്കടങ്ങൾ മൊത്തം അവിടെ പാടി തീർക്കും. ഇങ്ങനെ പുറത്തിറങ്ങി ഇങ്ങനെ വന്നപ്പോൾ ഒരു ധൈര്യം കിട്ടി. ഇങ്ങനെ നമ്മുടെ പാട്ടൊക്കെ ഇങ്ങനെ പുറത്തൊക്കെ പാടി വന്ന് ഒരു ഇതാവണമെന്ന്. രാസയ്യാറോ രാജ രാസയ്യാറോ രാജ രാസയ്യാറോ രാജ ഊമാലേത്താ ಹೂವುಕಾರಿ ಹಣ್ಣೆ ನೀ ಹೂವು ಸೂಡಿ ಬಾರ, ಹೂವುಕಾರಿ ಹಣ್ಣೆ ನೀ ಹೂವು ಸೂಡಿ ಬಾರ, ಹೆಣ್ಣಿಗೆಂತ ಸಂದ ಮದುವೆ ಸಂದ. ഞങ്ങൾ ഇനിയിപ്പോൾ ഈ വരുന്ന തലമുറ എന്ന് പറയുന്നത് നമ്മുടെ കൂടെ ഇരിക്കുന്നുണ്ട് എന്ത് കാര്യത്തിനും. എന്ന് വെച്ചാൽ പൊട്ടിനായാലും നമ്മുടെ പാട്ടിനായാലും അവരും അത് കേട്ട് പഠിക്കുകയാണ്. നമ്മൾ എന്താണോ ചെയ്യുന്നത് ഞങ്ങളുടെ ഇത് തന്നെയാണ് അവരിപ്പോൾ ചെയ്തു പോകുന്നത്. നമുക്ക് നമ്മുടേതായ കാര്യങ്ങൾ ഈ പാട്ടും കൊട്ടും അതൊക്കെ ആയി ഞങ്ങൾക്ക് ഇങ്ങനെ മുന്നോട്ട് പോവുകയാണെങ്കിൽ അവരത് തന്നെ പഠിക്കും. ನೀನಾಗೆಂತ ಸಂದ ಇನ್ನ ಎಳೆಗೆಂತ ಸಂದ ಇನ್ನ ಕರಿಬಳೇನ ಸಂತ, ನೀನಾಗೆಂತ ಸಂದ ಇನ್ನ ಎಳೆಗೆಂತ ಸಂದ ಇನ್ನ ಕರಿಬಳೇನ ಸಂತ. പിന്നെയുള്ളത് കുറിച്യർ, കുറുമാർ തുടങ്ങിയിട്ടുള്ള ആളുകൾ ആണുള്ളത്. അവർ പ്രാകൃത ഗോത്രങ്ങളല്ല, പ്രാചീന ഗോത്രങ്ങളല്ല. അവർ സമതലങ്ങളിൽ നിന്ന് വന്നവരാണ്. പ്രത്യേകിച്ച് കുറുമ്പ്രനാട്ടിൽ നിന്ന് വന്നവരാണ് ഈ കുറുമർ, കുറിച്യർ. നമ്മൾ പണ്ട് കാലം മുതലേ വയനാട്ടിലുള്ള ആദിവാസി സമൂഹത്തിൽ ഒരു പ്രബല വിഭാഗമാണ് കുറുമ സമുദായം. നമുക്ക് എവിടെ പോയാലും നമ്മൾ ആ പൈതൃകം നമ്മൾ ഉയർത്തിപ്പിടിച്ച് തന്നെയാണ് നിൽക്കുന്നത്. അത് നമ്മളെ മരണമായാലും
കല്യാണം ആയാലും ഈ കാര്യങ്ങളൊക്കെ തന്നെ നമ്മൾ ഈ ചടങ്ങ് നടന്നേ പറ്റുള്ളൂ. പുഴയിൽ ചാലി കെട്ടും, ഇങ്ങനെ തടയണ പോലെ കെട്ടി, പിന്നെ മീൻ പിടുത്തം, അതൊരു പ്രധാനപ്പെട്ട ചടങ്ങാണ് ഞങ്ങളുടെ കുടുംബ സമുദായത്തിൽ. ഒരു പ്രത്യേക തരത്തിലുള്ള ആചാരങ്ങളാണ്. അതായത് കല്യാണമൊക്കെ വന്നു കഴിഞ്ഞാൽ കോൽക്കളി, പട്ടക്കളി അങ്ങനെയുള്ള കാര്യങ്ങൾ നടക്കാറുണ്ട്. പൈതൃക പിന്നെ കേണിയുണ്ട്. നമ്മളെ പനം കുറ്റിയിൽ നിന്ന് ഏത് വേനൽക്കാലും നല്ല ഐസിൻ്റെ ഇതോടുകൂടി ഉറവെടുത്ത് വരുന്ന വെള്ളം, അപ്പോൾ അതും അതിൽ നിന്ന് വെള്ളം എടുത്തിട്ട് വേണം ഭക്ഷണം ഉണ്ടാക്കാൻ, പാകം ചെയ്യാൻ. കാർഷിക വൃത്തിയും കന്നുകാലി വളർത്തലും, അതായത് മനുഷ്യ സംസ്കാരത്തിൻ്റെ പരിഷ്കൃതിയിൽ ഏറ്റവും മുകൾത്തട്ടിൽ നിൽക്കുന്നവരാണ് അല്ല കാർഷിക വൃത്തിയും കന്നുകാലി വളർത്തലും. അത് കുറുമരും കുറിച്യരും മാത്രമാണ്. അവരാണ് വയനാട്ടിലെ ഈ ഗോത്ര സമുദായങ്ങളിൽ പരിഷ്കൃതിയിൽ മുന്നിൽ നിൽക്കുന്നത്. ഞങ്ങൾ വയനാട്ടിലെ കുറിച്യരാണ്. വയനാട്ടിൽ കുറിച്യർ പിന്നെ പരമ്പരാഗതമായി കൃഷിക്കാരാണ്. ഇന്നലെയല്ല, പണ്ട് തന്നെ കൃഷിക്കാരാണ് ഞങ്ങൾ. കൃഷിയിൽ നിന്നാണ് ഉപജീവനം. കൃഷി ഒരു വലിയൊരു സംസ്കാരമായിരുന്നു. മാത്രമല്ല നമ്മളെ ദൈവങ്ങളെ പ്രീതിക്കപ്പെടുത്താൻ വേണ്ടിയുള്ള കൃഷികളൊക്കെയാണ് നമ്മൾ ചെയ്തത്. ഹൈബ്രിഡൊക്കെയാണ് ഇവിടെ കുടിയേറ്റമായി, കടന്നുകയറ്റമായി. ഒപ്പം തന്നെ നമ്മൾ പൈതൃകമായ വിത്തുകളൊക്കെ നഷ്ടപ്പെടുന്നുണ്ട്. അപ്പം അങ്ങനെയാണ് ഞാൻ 2000 മുതൽ ഈ വിത്തുകൾ, നിലവിലുള്ള വിത്തുകൾ വെച്ച് കുറേ വിത്തുകൾ സംഘടിപ്പിക്കാൻ തുടങ്ങി. അന്ന് ഒരു 5-6 വിത്തുണ്ടായിരുന്നു ഇവിടെ. അതുകൂടാണ്ട് പിന്നെ ഞാൻ ഓരോ കൊല്ലം കൂടുമ്പോഴും വിത്തുകൾ ശേഖരിക്കുകയും കൃഷി ചെയ്യുകയും ചെയ്തു. ഇപ്പം ഏകദേശം ഞാൻ ഒരു 60ഓളം നെൽവിത്തുകൾ കൃഷി ചെയ്ത് എത്തിയതാണ്. ഭാവി തലമുറയ്ക്ക് വേണ്ടിയാണ് സൂക്ഷിക്കുന്നത് എന്ന് ഞാനിപ്പോൾ പറയുന്നുണ്ടെങ്കിലും, പക്ഷേ എനിക്കതിൽ പ്രതീക്ഷയൊന്നുമില്ല. നമ്മൾ പിള്ളേർ വരും എന്നുള്ള പ്രതീക്ഷയൊന്നും എനിക്കില്ല. കാരണം നമ്മളിന്ന് എല്ലാവരും വിദ്യാഭ്യാസം ചെയ്ത് ജോലി മേടിച്ച് ഉദ്യോഗം ഭരിക്കുക എന്നുള്ളതാണ്, അല്ലെങ്കിൽ വിദേശത്തേക്ക് പോകുക എന്നുള്ളത് മാത്രമേ. അല്ലാണ്ട് നമ്മുടെ സ്വദേശത്ത് കൃഷി ചെയ്യുകയും അല്ലെങ്കിൽ നമ്മുടെ ജനങ്ങൾക്ക് കൃഷി ചെയ്ത് നല്ലൊരു ഭക്ഷണം കൊടുക്കണം എന്നുള്ള താല്പര്യമൊന്നും നമ്മുടെ ഇപ്പോഴത്തെ യുവാക്കൾക്ക് ഉണ്ടാവുമെന്ന് ഞാൻ കുഞ്ഞുണി, സുന്ദരി, രാജാ, ഒഡ്യ ഒഡ്യ, എല്ലാവരുടെയും ഉള്ളിലുണ്ട് ഈ കൃഷി. ഇന്ന് പല സാഹചര്യങ്ങളും കൊണ്ട് അവർക്ക് ചെയ്യാൻ പറ്റാത്തതാണ്. ആ ഒരു പ്ലാറ്റ്ഫോം ഒരുക്കി കൊടുക്കുക എന്നുള്ളതാണ് നമ്മൾ റെസ്പോൺസിബിൾ ടൂറിസത്തിൻ്റെ ഭാഗമായി ചെയ്യേണ്ടത്. ഇപ്പം 4 ലക്ഷം രൂപ ശമ്പളം വാങ്ങുന്ന ഒരുത്തൻ ഇവിടെ വന്ന് കൃഷിക്ക് നിൽക്കുകയോ ചോദിച്ചു കഴിഞ്ഞാൽ അവൻ ജോലി കളയാതെ തന്നെ ഇവിടെ വന്നിട്ട് അവനെ കൊണ്ട് കൃഷി എടുപ്പിക്കാൻ പറ്റും. അതിനാണ് ഈ സംവിധാനം ഉണ്ടാക്കുന്നത്. എന്ന് ഞാൻ അനുഭവിച്ച എൻ്റെ ജീവിത സുഖങ്ങൾ, വയലിലും തോട്ടറമ്പത്തും കിടന്ന് കഷ്ടപ്പെട്ട് എന്ന് പറയുന്നില്ല ഞാൻ, ആ അനുഭവിച്ചൊരു അനുഭവമുണ്ട്. ആ അനുഭവം ആഗ്രഹിക്കാത്ത ആരുമില്ല. ഞാനത് റീക്രിയേറ്റ് ചെയ്തിട്ട്, എൻ്റെ പഴയ ജീവിതം റീക്രിയേറ്റ് ചെയ്തിട്ട് അവർക്ക് കൊടുക്കുന്നു. അപ്പം എന്താ വെച്ചാൽ അവരതിൽ ഇന്നത്തെ അതൊരു ട്രെൻഡാണ്. കാരണം ആൺകുട്ടികളായാലും പെൺകുട്ടികളായാലും അവരിതിലേക്ക് എത്തും. കാരണം അഡ്വഞ്ചറാണിത്.